കടി ഈ ഇവിടെ വന്ന് കിടക്കുക എഴുന്നേറ്റ ഇവിടെ എത്തിയ എടി ഇരുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം എടീക്ക്. ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ പോയപ്പോഴേ ജിഷ പറഞ്ഞത് നേരത്തെ പോകുന്നു പറഞ്ഞല്ലോ അരിഞ്ഞിത്തറ മേളവും മടത്തിൽ വരവും ഒക്കെ കണ്ടും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നീ ഇവിടെ ഈ മരത്തിൻ്റെ വീട്ടിൽ വന്ന് കിടക്കുക. നീയപ്പോൾ മടത്തിലൊരു പഞ്ചായത്തിൻ്റെ അവിടെയും അരിഞ്ഞിത്തറ മേളത്തിൻ്റെ അവിടെയും എന്നെ നോക്കി നടക്കായിരുന്നു. എന്നെ നോക്കി നടന്ന് ഞാനും വെയിൽ കൊണ്ടൊരു പരിവായിടാ. മടത്തിലവരൻ്റെ അവിടെയും അരിഞ്ഞിത്തറ മേളത്തിൻ്റെ അവിടെയൊക്കെ പോയി. എത്ര വെയിൽ, ആൾക്കാർ കരിഞ്ഞു പോകും. നമുക്കറിഞ്ഞൂടെ 363 ദിവസം നമ്മൾ തൃശ്ശൂർ വരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ പൂരത്തിൻ്റെ 2 ദിവസം വന്നില്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും ചോദിച്ചു പറയും എന്നും തൃശ്ശൂർ പോകണവൻ ദൂരമായിട്ട് തൃശ്ശൂരിൽ കിടക്കണ്ടേന്ന്. ആ ഒരു ചീത്തപ്പേര് വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ പോകണ്ട. ഈ കിടക്കണ നേരം അവിടെ ആ സ്ക്രീനുകൾ വെച്ചിട്ടില്ലേ, അതിൻ്റെ അടിയിൽ പോയി കിടക്കണമെങ്കിൽ നമുക്ക് അരിഞ്ഞിത്തറ മേളം കണ്ടുകൂടെ ലൈവായിട്ട്. ഞാൻ അവിടെ കിടക്കുന്നതാണെന്നടാ. അപ്പോഴാണ് കുറേ നാട്ടുകാർ വന്നേക്കുന്നത്. ഇനി അവരുടെ മുമ്പിൽ നാണം കണ്ടാച്ചിട്ട് ഞാൻ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഇവിടെ വന്നിരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ അരിഞ്ഞിത്തറ മേളം കേൾക്കുമ്പോൾ നല്ല വൈബാണല്ലോ. അങ്ങനെ കേട്ടിരിക്കുക. അല്ലടാ ഇതെന്താ കുപ്പിയില്ലേ, നീ വലിയ സാധനം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടാ? സാധനമല്ലടാ, സൂപ്പർ മോരാ. കോർപ്പറേഷൻകാരവിടെ സൂപ്പർ മോര് കൊടുക്കുന്നുണ്ട്. കുപ്പിയിൽ വാങ്ങിയതാ. സംഭാരം കഴിക്കാറില്ല. ആ താണി കൊടുത്ത ബേണേൻ്റെ കടയിൽ നിന്ന് നമുക്ക് മോര് വേണോ വെച്ച് കഴിഞ്ഞാൽ നീ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പതിവില്ല. ഇപ്പം അതെന്ത് പറ്റി? ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല. വന്ന വഴിക്ക് നിന്ന മറ്റൊരു 5 ഗ്ലാസ് അടിച്ചു. പിന്നെ കുപ്പി കാണിച്ചപ്പോൾ ഒരു കുപ്പിയിൽ നിന്നു. പാവം കുറേ നല്ല സ്ത്രീകളായിരുന്നു. അത് തന്നെ ഒരു കുപ്പിയിൽ തന്നു. എന്തായാലും ഞാൻ 5 ലിറ്ററിൻ്റെ കുപ്പി വീട്ടിൽ നിന്ന് വന്നാണ്. നല്ല മോരാ. ഈ മോരും കുടിച്ചിട്ട് അരിഞ്ഞിത്തറ മേളം കേട്ടിട്ട് കടക്കണം. അതൊക്കെ മണ്ണിൽ കെട്ടിക്കാൻ ചുള്ള എന്താ ഒരു സുഖം. ഇതൊക്കെ തന്നെ നമ്മുടെ പൂരം. ഇതൊക്കെ ധാരാളമാണ്. അതടാ ഇത് നമ്മുടെ തൃശ്ശൂർ പൂരം. കടുവായെ കിടുവ പിടിക്കുന്നു.